This morning, I once again invite your attention to 1 Samuel. I'll be covering chapter 18 and 19 a bit. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ അധ്യായം 1 ശമൂവേലിന്റെ പുസ്തകം 18, 19, 20 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. I will very quickly go so please pay attention as you usually do. Last week I gave you the portrait of three individuals: King Saul, son Jonathan, and talked about David. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നാം ശൗലിനെ പറ്റിയും അവന്റെ മകനായ യോനാഥനെ പറ്റിയും ദാവീദിനെ പറ്റിയുമുള്ള ഒരു വ്യക്തമായ ചിത്രമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്. And I don't want you to be bored, but as I meditated more, I got a little bit more details that I love to put on that portrait. ആമേൻ. ആ ചിത്രത്തിൽ നിന്ന് കൂടുതൽ അധികമായി ധ്യാനിച്ചുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ കൂടി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. And Bible is so precious. God gave this book to us, and everything that He intended in this book is for our edification. നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി തിരുവചനം നമുക്ക് വേണ്ടി തന്ന ദൈവം. And sometimes we see so many pages that talk about one person or a history. ഒരുപക്ഷെ ഒരു വ്യക്തിയെ തന്നെ ഒരു വ്യക്തിയുടെ ആധാരമാക്കി അവന്റെ ഹിസ്റ്ററി തന്നെ ഒരുപക്ഷെ അനവധി പേജുകൾ കാണുവാൻ കഴിയും. And that is the case with the King Saul. There are so many pages dedicated to his life and story. അത് തന്നെയാണ് രാജാവായ ശൗലിനെ പറ്റിയും അവന്റെ ജീവിതവും അവന്റെ ജീവിത ചരിത്രവും അനേക പേജുകളിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. Last week I mentioned you about the King Saul's life. There was a deep seated jealousy in his life. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാനിച്ചതുപോലെ തന്നെ ഈ ശൗലിന്റെ ഹൃദയത്തിൽ ആഴമേറിയ അസൂയ ജനിച്ചിരിക്കുന്നു. And then we can see that the jealousy was turning into anger, and then in these 2 chapters you will see that he is attempting to murder somebody. വീണ്ടും നാം കാണുന്നത് അസൂയ ജനിച്ചിരിക്കുന്നത് അതൊരു കോപത്തിലേക്ക് മുമ്പോട്ട് പോയിട്ട് അതൊരു മറ്റൊരു വ്യക്തിയുടെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി സ്വഭാവമായിട്ട് ശൗലിനെ മാറ്റിയിരിക്കുന്നു. And this morning, more than to kind of focus on that one, what is the application into our life? നമ്മുടെ ജീവിതത്തിലും ഇതിന്റെ ശൗലിന്റെ ജീവിതത്തെ ആധാരമാക്കി എന്താണ് അപ്ലൈ ചെയ്യുന്നത്? A person who started very well, how he is going down. നന്നായി തന്റെ ജീവിതം ആരംഭിച്ച ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്റെ അധപതനത്തിലേക്ക് പോകുന്ന കാഴ്ച. And this is a very critical thing that we need to understand. Apostle Paul brought it very powerfully in book of Galatians. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി ആഴമായി പറഞ്ഞിട്ടുണ്ട്. He said there is a sinful nature. അവിടെ ഒരു പാപപങ്കിലമായ സ്വഭാവം. And verses of Galatians chapter 16, 5 verses 16, let me read it to you. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:16 ഇങ്ങനെ പറയുന്നു. And it says that the sinful nature in that wars against us. ആമേൻ. ഈ പാപത്തിന്റെ പങ്കിലമായത് നമ്മളെ ഏറ്റവും അധപതനത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നു. Verse 16, let me read it to you, the translation that I have. It says, but I say, walk habitually in the Holy Spirit and be responsive to His guidance, and then you will certainly not carry out the desires of the sinful nature. 16 വായിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുമെന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. That's the very thing. Habitually walk in the Holy Spirit of God. ആമേൻ. അവിടെ പരിശുദ്ധാത്മാവിന്റെ ആ വർക്കിൽ തന്നെ അനുസരിച്ച് നടക്കുമെന്ന് പറയുന്നു. And be responsive to the guidance of the Holy Spirit of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അതിനെ റെസ്പോൺസീവ് ആയിട്ട് നടക്കുവാൻ പറയുന്നു. And then the word of God says certainly, with assurance, Paul is saying that then you will not do the sinful nature. അപ്പോഴാണ് പാപത്തിന്റെ പങ്കിലമായ സ്വഭാവത്തിൽ നിങ്ങൾ ഉണ്ടാകുകയില്ല എന്ന് വ്യക്തമായി പറയുന്നു. Look at this man Saul. He was filled with the Holy Spirit of God. He was anointed. He was chosen. And he had everything. He was prophesying. Everything. God handpicked and did everything in his life. അഭിഷേകത്താൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അഭിഷേകത്താൽ നയിക്കപ്പെട്ട വ്യക്തി, പ്രവചനഗണത്തിൽ എണ്ണപ്പെട്ട ഒരു വ്യക്തി, അവിടെ നിന്നാണ് ഒരു വ്യക്തിയുടെ അധപതനത്തിലേക്ക് നയിക്കുന്നത്. Galatians chapter 5 verse 19 we read like this. അതിന്റെ തന്നെ 19 വാക്യം ഇങ്ങനെ വായിക്കുന്നു. But Paul said, if you do that, walk in spirit, you will not practice. But Paul says, if you do not,
then the practices of the sinful nature is clearly evident. ആമേൻ. 19 ഇങ്ങനെ വായിക്കും, ജഡത്തിന്റെ പ്രവൃത്തികളെ പറ്റി യഥാർത്ഥമായി വ്യക്തമായി വിളിച്ചു പറയുന്നു. Very clear, and it says it is total irresponsibility and lack of self-control. That is the word sensuality, dushkamam. That is very difficult to understand. But in a translation, English translation, it means a sensuality. That means it is a very irresponsible behavior, lack of self-control. ദൈവത്തിന്റെ ആ സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക്, ദുഷ്കാമത്തിലേക്ക് തന്റെ ജീവിതത്തെ നയിക്കുന്നു. This is what we see in the life of our Saul. അതാണ് ശൗലിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. Why this? I tell you what, when I was meditating this one, I am more and more putting myself into the shoe and say, Lord, you know, it is very easy for us to fall into this trap. ഞാൻ എന്റെയും ജീവിതത്തെ ഇതിൽ കൂടി കാണുമ്പോൾ നമ്മൾ ഇതുപോലുള്ള കെണിയിൽ അകപ്പെടുവാൻ വളരെ എളുപ്പമാണ്. But the beginning, Saul even didn't think that he was going to be in this path. ഞാൻ ഇങ്ങനെ ഒരു കെണിയിൽ അകപ്പെടുമെന്ന് ശൗൽ തന്റെ ജീവിതം തുടങ്ങിയപ്പോൾ ചിന്തിച്ചില്ല. But one after the other, the evil behaviors of this flesh, this nature, he was not able to control. The Holy Spirit of God was given to him, but he did not seek the guidance of the Holy Spirit of God. He kind of slowly put the Holy Spirit on the side, and he began to lean on his own understanding. ജഡത്തിന്റെ പ്രവർത്തികൾ അവനെ വഹിച്ചുകൊണ്ടിട്ട് അവൻ സ്ലോലി ആ ജഡത്തിന്റെ അഭിലാഷത്തിലേക്ക് വീണുപോകുവാൻ തുടങ്ങി. Chapter 18, we see that this King Saul tried to do away to kind of kill David multiple times. 18 അധ്യായത്തിൽ നോക്കുമ്പോൾ പല പ്രാവശ്യവും ദാവീദിനെ കൊല്ലുവാൻ ശൗല് ശ്രമിക്കുന്നു. And some of those things are in a very underhanded way. That means directly it will not look like that way. ഒരുപക്ഷേ അവൻ മറഞ്ഞു നിന്ന് ഒരുപക്ഷേ ദാവീദിനെ കൊല്ലുവാനാണ് ശ്രമിക്കുന്നത്. Because he gave a promotion to David for 1,000 people to the commander. Then in his inside thought was that let the Philistines kill him. 1000 പടയാളികൾക്ക് സ്ഥാനം കൊടുത്തിട്ട് ഫിലിസ്ത്യരാൽ അവൻ കൊല്ലപ്പെടട്ടെ എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു ചിന്ത അവന്റെ ഉള്ളിലുണ്ടായി. And when that wasn't working, he said, I'm going to give my daughter to him, the first one, and that didn't work, and the second one. And each one of those incidents, I want you to pay attention what the Bible says. അതിന്റെ ശേഷവും തന്റെ ആദ്യ മകള് രണ്ടാമത്തെ മകളും അവന് കൊടുക്കുവാൻ തക്കണം അവൻ ശ്രമിക്കുന്നു. Verse 17, we read the first daughter when he was giving, he said, let the Philistines' hand come upon him by me giving my daughter to him. ആമേൻ. ഫിലിസ്ത്യന്റെ കൈ അവന്റെ മേൽ വീഴട്ടെ, ഈ മകളെ കൊടുക്കുന്നതിൽ കൂടി ഫിലിസ്ത്യന്റെ കൈ അവന്റെ മേൽ വീഴട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. When David escaped that one, and the second daughter Michal comes, and verse 21 he says, I'm going to give my Michal to him, let that girl be a snare in his life. ആമേൻ. 21 വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ രണ്ടാമത്തെ മകളെ ഞാൻ അവന് കൊടുക്കട്ടെ, അതൊരു കെണിയായി അവന് മാറട്ടെ എന്ന് അവൻ വിചാരിച്ചു. Because this King Saul had 2 girls, ready to be married, but they're terrible. They are really, not spiritual. So this guy wanted to use them against David. ആത്മീയ പക്വതയില്ലാത്ത രണ്ട് മകളെ അവന് കൊടുത്ത ആ മകളാൽ അവന്റെ ജീവിതം നശിക്കട്ടെ എന്നുള്ളൊരു ചിന്ത ശൗലിന്റെ ഉള്ളിലുണ്ടായി. Look at the thought of a spiritual guy. ഒരു ആത്മീയ ഒരു അഭിഷേകത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഒരു ചിന്ത ഒന്ന് നോക്കി. What did David do to him? എന്താണ് ദാവീദ് ശൗലിനോട് ചെയ്തത്? Look, his heart is really turning evil. ഈ ശൗലിന്റെ ഉള്ളം ദുഷ്ടതയിലേക്ക് തിരിയുന്നതല്ലേ കാണുന്നത്. When David got the promotion, David did not know that his intention was not right. ദാവീദിന് ഒരു ഉന്നത സ്ഥാനം കൊടുത്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടാണ് ശൗൽ തന്റെ അടുത്ത് നിൽക്കുന്നത് അവന് ചിന്തിച്ചില്ല. When Saul offered the girls, he thought his humbleness, he saying, oh, I am not worthy to be the son-in-law of the king. തന്റെ മുമ്പിലേക്ക് മകളെ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയോടെയാണ് ശൗലായിരിക്കുന്നതെന്ന് ചിന്തിച്ചില്ല. But if you read this chapter 18, 19 and 20, we will see at least 12 times Saul tried to kill David. 18, 19, 20 നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് നോക്കുമ്പോൾ 12 പ്രാവശ്യമെങ്കിലും അവനെ കൊല്ലുവാൻ ശൗൽ ശ്രമിക്കുന്നു. This man started very well. ആമേൻ. നന്നായി തുടങ്ങിയ ഒരു ജീവിതമാണ് ശൗലിന്റേത്. In the beginning stage of he was a very humble, very nice, very unpretentious. He had
everything going well for him. നാട്യങ്ങളൊന്നുമില്ലാതെ താഴ്മയോടെ തന്റെ ജീവിതം ആരംഭിച്ച എല്ലാം നന്നായി പോകുമെന്ന് വിചാരിച്ച ഒരു വ്യക്തിയുടെ ജീവിതം. But later on, what we read in book of Galatians, the sinful nature, all of that began to demonstrate in his life. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചത് ജഡാഭിലാഷം എല്ലാം അവനെ അടിച്ചിടുവാൻ തന്നെ തുടങ്ങി. So we want to know what went wrong with Saul. എന്താണ് ശൗലിന്റെ ജീവിതത്തിൽ തെറ്റായി വന്നതെന്ന് നോക്കാം. I mentioned you a few things, though I'm not going to repeat. We might say the two main incidents where he disobeyed the commandment of the sacrifice, and also he was told to destroy the Amalekites. He didn't do. So the two big disobedience we see. രണ്ട് വലിയ അനുസരണക്കേട് നാം കേട്ടതാണ്. ഒന്ന് യാഗത്തിന് മുമ്പായി കാണുന്ന അനുസരണക്കേട്, രണ്ടാമത് അമാലേക്യരെ നിർമൂലം നശിപ്പിക്കാൻ പറഞ്ഞത്, അതും കേൾക്കാതെ പോയ ശൗലിന്റെ ജീവിതം. But I want to invite you to the heart of Saul this morning. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ശൗലിന്റെ യഥാർത്ഥ ഹൃദയത്തെ ഒന്ന് തുറന്നു കാട്ടട്ടെ. There was a more than this disobedience is visible, but there is a lot more deeply seated in his heart. അനുസരണക്കേട് കാഴ്ചയാൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ചില ആഴമായ ചിലത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. If you look at this young man and now growing up, we can see that he was never sought the counsel of God, anything that he did. ഈ യൗവനക്കാരന്റെ ജീവിതത്തെ ആകമൊത്തം നോക്കുമ്പോൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ അഭിപ്രായത്തെ, ദൈവത്തിന്റെ ആ നിർദ്ദേശത്തെ ഒന്ന് ലിസൺ ചെയ്യാൻ അവൻ ശ്രമിച്ചിരുന്നില്ല. He never appreciated the God that in all of the events in his life, it was the God who was holding him and making his steps. He never appreciated that God. തന്റെ ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ടേ അവനെ മുമ്പോട്ട് കൊണ്ടുവന്ന ദൈവം കൈകൊടുത്ത് മുമ്പോട്ട് നയിക്കുമ്പോഴും അവിടെ ഒന്നും സംഭവിച്ചതൊന്നും ഒരു ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവൻ തുനിഞ്ഞില്ല. When he was nobody in the house of Kish, I mean when nobody really knew about him, it was the hand of God brought him through multiple events and brought him to the house of Samuel, and he was anointed and chosen and gave everything. It was the hand of God. കീശിന്റെ കുടുംബത്തിൽ ഒന്നുമല്ലാത്തവനെ പോലെയായിരുന്ന ശൗലെ ശമൂവേലിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന, ഭവനത്തിൽ കൊണ്ടുവന്ന ദൈവം അവന് വേണ്ടി എല്ലാം കൊടുത്തത് ദൈവത്തിന്റെ കൈയായിരുന്നില്ലേ? But this man is not appreciating the God who led him this way. ഈ വഴിയിലേക്ക് തന്നെ നയിച്ച ദൈവത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മഹത്വം കൊടുക്കുവാൻ ഈ ശൗൽ ശ്രമിച്ചില്ല. And I know all of you, and we have the heart, and I know that I heard from you that many a time you will say, God really was my help and he brought me this far. പലപ്പോഴും ഞാനും നിങ്ങളും ഹൃദയത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദൈവമായിരുന്നു എന്റെ സഹായം, ആ ദൈവമാണ് എന്നെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ വിളിച്ചു പറയാറുണ്ട്. Brother and sister, that has to be the habit of our day, every day of life, that my God really was in every event of my life. I am not where I am because of my ability. He is the one brought me to this far, and I thank God for that one. ഞാൻ ഇന്നായിരിക്കുന്ന ഏതവസ്ഥയിലായിരിക്കുന്നുവോ അത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ദൈവത്തിന്റെ സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എന്നുള്ളൊരു ഉച്ചാരണമായിരിക്കണം ദൈനംദിനം ദിവസവും എന്റെ ദൈവത്തോട് നിങ്ങൾ പറയേണ്ടത്. And I want to quickly point out a few lessons from the life of Saul. ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളോട് വിളിച്ചു പറയാം. Number one lesson that we need to learn is never pretend to spirituality. Never use the words of spiritual things for our own gains. നമ്മുടേതായ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ ഉപയോഗിക്കരുതെന്ന് ഒന്നാമതായി വിളിച്ചു പറയട്ടെ. That's what this man was doing. അതായിരുന്നു ഈ ശൗലിന്റെ ജീവിതത്തിൽ ആദ്യമായി നാം കാണുന്നത്. If you listen to him, his vocabularies are very spiritual. അവന്റെ ജീവിതത്തിന്റെ അവന്റെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് Chapter 18 verse 17, when we read like this, 18 അധ്യായം 17 വാക്യം നോക്കുമ്പോൾ he called Saul called David and said like this, ദാവീദിനെ ഇങ്ങനെ വിളിച്ചിട്ട് അവനോട് പറയുന്നത്, my son, be brave and do fight the Lord's battle. അവൻ ദൈവത്തിന്റെ യുദ്ധം നീ ചെയ്യുവാനാണ് പറയുന്നത്. Really does he know that he is the battle of the God? അത് ദൈവത്തിന്റെ യുദ്ധമാണെന്ന് അവൻ But he know to kind of impress David, because he knew what the words David is using. David said, I go straight into the Goliath in the name of the Lord. അവൻ ദാവീദ് ഉള്ളവൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വാക്കുകളാണ് അവന്റെ വായിൽ പറയുന്നത്. ഗോലിയത്തിനെ നേരിടാൻ പോയപ്പോൾ എന്റെ യഹോവയാൽ ഞാൻ ഈ മല്ലനെ നേരിടും എന്ന് പറഞ്ഞ ദാവീദിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വാക്കുകൾ കോർത്തിണക്കി അവൻ വിളിച്ചു പറഞ്ഞു. He is now saying, fight the battle of the Lord. കർത്താവിന്റെ യുദ്ധം നീ, ദൈവത്തിന്റെ യുദ്ധം നീ ചെയ്യുക എന്ന് അവൻ. Chapter 15 we remember he is saying what prophet Samuel
Samuel wanted to hear. ആമേൻ. ശമൂവേൽ എന്താണ് കേൾക്കേണ്ടതെന്ന് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് അവൻ വിളിച്ചു പറയുന്നത്. Because Samuel came and said, why did you disobey? He said, no. I mean, you, Samuel, you don't know. All this, the animals and all this thing is to sacrifice for your Lord. നീ എന്താണ് കാണിച്ചതെന്ന് ശമൂവേൽ ശൗലിനോട് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, ഈ കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങളെല്ലാം ഇത് യാഗത്തിന്, യഹോവയുടെ യാഗത്തിന് വേണ്ടി എന്നവൻ വിളിച്ചു പറയുന്നു. Using the spiritual vocabulary. ആമേൻ. ആത്മീയതയുടെ കപടത, ആത്മീയ വാക്കുകൾ അവൻ ഉപയോഗിക്കുന്നു. But his intentions are not right. എന്നാൽ അവന്റെ ഉള്ളിലെ ചിന്താഗതി ശരിയായിരുന്നില്ല. Amen. We need to, amen. Oh, the apostle Paul, 2 Timothy chapter 3 verse 5. ആമേൻ. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 3:5 ഇങ്ങനെ വിളിച്ചു പറയുന്നു. He said, you will see at the end times of people with the form of godliness. ഓ, ദൈവത്തിന്റെ ഭക്തിയുടെ വേഷം ധരിച്ച അവസാന നിമിഷം കടന്നു വരും. Amen. They will have the vocabularies of a spiritual man. ആമേൻ. ഒരു ആത്മീയതയുടെ വാക്കുകളായിരിക്കും. They act like that. അങ്ങനെ അവര് നടിക്കുന്നതായിരിക്കും. But they deny the power of it. എന്നാൽ ദൈവത്തിന്റെ, എന്നാൽ അതിന്റെ ശക്തി അവർ വിട്ടൊഴിയും. He said there will be habits or there will be things in their life we will know that they deny the power of God. ആമേൻ. അവരുടെ പ്രവർത്തികൾ, ജീവിതത്തിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെ ത്യജിക്കുന്നവരെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. Apostle Paul said, disassociate with them, move away from them, stay away from that people. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക, അവരിൽ നിന്ന് മാറി നിൽക്കുക, അവരെ ഉപേക്ഷിക്കുക എന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. Lesson of Saul is teaching us one thing. ഓ, ശൗലിന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യമായി പഠിപ്പിക്കുന്നതാണിത്. Number one, we should never use the spirituality as a gain for us. നമ്മുടെ സ്വന്തം നേട്ടത്തിനു വേണ്ടി ആത്മീയത നിങ്ങൾ ഉപയോഗിക്കരുതേ എന്നൊന്നാമതായി വിളിച്ചു പറയുന്നു. Second thing, if we know by the spiritual discernment that anybody like that one, pray for them, but be careful to deeply associate with them. ഇങ്ങനെയുള്ള ഭക്തിയുടെ വേഷം ധരിക്കുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്നാൽ അവരിൽ നിന്ന് വിട്ടൊഴിയുക തന്നെ ചെയ്യണമെന്ന് രണ്ടാമത് വിളിച്ചു പറയുന്നു. Amen. Second point, be always careful to seek the desire of God's heart. രണ്ടാമതായി വിളിച്ചു പറയാൻ ദൈവത്തിന്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്നവരായിരിക്കണം. Amen. That's exactly what we need to do. What does the desire of God about me? എന്നെയും നിങ്ങളെയും പറ്റിയുള്ള യഥാർത്ഥമായി ദൈവത്തിന്റെ ആഗ്രഹം ഹിതമെന്തെന്ന് തിരിച്ചറിയുക. You know that I am not trying to beat up this man Saul, but from his life, if you look at it, there is no personal relationship he had with God. ഒരു ശൗലിനെ ഞാൻ ഇവിടെ താഴ്ത്തിക്കെട്ടുവാനല്ല ആഗ്രഹിക്കുന്നതെന്നാലോ, ഓ, ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായി നാം കാണുന്നുണ്ട്. Amen. There was no intimacy he had with God. ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം, ഒരു യഥാർത്ഥ ബന്ധമില്ലാത്ത ഒരു വ്യക്തി. Brother and sister, that's where I want to talk to you about a minute. ഓ, ഇന്ന് ഒരു നിമിഷം അതിനെ പറ്റിയാണ് സഹോദര സഹോദരി ഞാൻ വിളിച്ചു പറയാൻ When we ആഗ്രഹിക്കുന്നത്. start our spiritual life, നമ്മുടെ ആത്മീയ ജീവിതം തുടങ്ങിയ കാലഘട്ടത്തില്, that's our relationship begins with Christ. അവിടെയാണ് ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധം നിങ്ങൾ ആരംഭിക്കുന്നത്. I know very little about Christ at that point. ആ സമയത്ത് ഒരു പക്ഷേ ക്രിസ്തുവിനെ കട്ടി ചെറിയത് മാത്രമേ ഒരു I know he is my savior, he died for me, and I want to give my life to him. അവൻ എന്റെ രക്ഷകനാണ്, അവിടുന്ന് എന്റെ ജീവൻ നൽകിയതെന്നുള്ള തിരിച്ചറിവോട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു. But from that moment onwards, our relationship becomes stronger. ആ സമയം തൊട്ടേ നമ്മൾ ക്രിസ്തുവായിട്ടുള്ള ബന്ധം ഉറപ്പോടെ തന്നെ മുമ്പോട്ട് ഓടുക. And as we grow, that's where we call the intimacy. That's where the relationship becomes more and more stronger. അവിടെ നിന്നാണ് വളർച്ചയുടെ ആരംഭം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. I mean, two people, when they are intimacy, their hearts are open to each other. രണ്ട് വ്യക്തികൾ തമ്മിൽ യഥാർത്ഥ ബന്ധമുണ്ടെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ അന്യോന്യം തുറന്നിരിക്കും. I mean, we will know each other. ഇരുവരും തമ്മിൽ യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരു That's the time I know what's the desire of you about me. ആ സമയത്താണ് എന്റെ അടുത്ത് നിൽക്കുന്നവന്റെ യഥാർത്ഥ ഹൃദയം, യഥാർത്ഥ ആഗ്രഹം എന്തെന്ന് That's what തിരിച്ചറിയുന്നത്. intimate friendship meaning. അതാണ് യഥാർത്ഥ സുഹൃത്ബന്ധം എന്ന് പറയുന്നത്. That's the same way intimate relationship with God. അങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കണം നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം.
When Abraham was coming out of the land of Ur, ഊരിൽ നിന്ന് ഇറങ്ങി വന്ന അബ്രഹാമിന്റെ ജീവിതം, he didn't know much about God at that time. ആ ദൈവത്തെ പറ്റി യഥാർത്ഥമായി ആഴമായി അറിയാത്ത ഒരു വ്യക്തി. But later on we see that he became a friend of God. അവന്റെ യാത്ര തുടങ്ങുമ്പോൾ അവസാനം ദൈവത്തിന് യഥാർത്ഥ ഒരു സുഹൃത്തായി മാറിയിരിക്കുന്നു. Because they were intimate friendship. അത്രമാത്രം യഥാർത്ഥമായ സുഹൃത്ബന്ധം. That's why God said, how can I hide anything from my friend Abraham? എബ്രഹാമിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാൻ കഴിയുമോ എന്ന് സർവശക്തനായ യഹോവ വിളിച്ചു പറഞ്ഞതുകൊണ്ട്. If we have such intimate relationship with God, അങ്ങനെയുള്ള യഥാർത്ഥ ബന്ധമായിരിക്കണം ദൈവവുമായിട്ട്. sometimes we are confused, we don't know what to do. If we have an intimate relationship with God, ask him, he will share. ആമേ, സംശയത്തിൽ കൂടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവത്തോട് ചോദിക്കുക, ദൈവം നിങ്ങളെ നടത്തുന്നതായിരിക്കും. Isn't it the case with Moses? അതല്ലേ മോശയുടെ ജീവിതത്തിൽ നടന്നത്? The intimate relationship became stronger and stronger. യഥാർത്ഥമായ ബന്ധം തുടങ്ങി അത് അവസാനം ഉറപ്പോടെ മുമ്പോട്ടോടുന്ന ബന്ധം. And one day he said, Lord, I want to know you more. അങ്ങേ പറ്റി യഥാർത്ഥമായി എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി. Hallelujah. ആമേൻ. That's what Saul was missing. അതാണ് ഇവിടെ ശൗലിന്റെ ജീവിതത്തിൽ നഷ്ടമായി I mean, വന്നത്. he kind of got everything, but at that point onwards, he never learned to walk with his Lord. അവൻ എല്ലാം തന്റെ ജീവിതത്തിൽ കിട്ടേണ്ടതെല്ലാം നേടേണ്ടതെല്ലാം നേടിയിട്ടും യഥാർത്ഥമായി ദൈവവുമായിട്ട് ഒത്തൊരുമിച്ച് നടക്കുവാൻ അവൻ നഷ്ടമാക്കിയല്ലോ. 2 Corinthians chapter 11 verse 3. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:3 ഇങ്ങനെ വായിക്കുന്നു. Apostle Paul gave a strong warning to the church. യഥാർത്ഥമായ മുന്നറിയിപ്പ് സഭയ്ക്ക് മുന്നാകെ കേൾക്കുന്ന അപ്പോസ്തലൻ. And he said, I have betrothed to you. I mean, you are going to be the bride of Christ. അവൻ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ഒരു വ്യക്തിയാവുന്നു നിങ്ങൾ. But I am afraid something. എന്നാൽ ഞാൻ ഒന്ന് ഭയപ്പെടുന്നു. Because your heart is wandering away from the sincerity of God. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നിങ്ങൾ വിട്ടുപോകുമോ എന്ന്. One translation is said you are wandering away from the intimacy with Christ. ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ബന്ധത്തിൽ നിന്ന് മാറി അലഞ്ഞു പോകുമോ എന്നുള്ള മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നു. Praise God. That's where this man failed. ഇവിടെ അത് തന്നെയാണ് ശൗലിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. That can happen to us too. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കാം. I might have been a 15-year-old, 20-year-old, a 5-year Christian. അവൻ 5, 10, 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്രിസ്ത്യൻ എന്നൊരു നാമധേയം നമുക്കുണ്ടാകാം. But when I started, I had a great joy and I was enjoying the salvation so much. But if after 15 years, if I come, if this is all it is, if nothing that intimacy with the Christ is not growing, there is something really wrong with our journey. സന്തോഷത്തോടെ ആരംഭിച്ച ക്രിസ്തീയ ജീവിതത്തിലെ രക്ഷകന്റെ ആ കർത്തൃത്വം നിങ്ങൾ സന്തോഷിച്ചത് ആ വ്യക്തി 15 വർഷം കഴിയുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ഒരു സാധാരണ ക്രിസ്ത്യാനിയെ പോലെ പോകുകയാണെങ്കിൽ ആ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയില്ല. This morning, that's what my prayer is, Lord. It doesn't matter how long I have been. If you allow me the time to live another day, help me to have much more a stronger intimacy that Lord Jesus. Let's go together, share our hearts together. Yes. Teach me what is in your heart about me. Help me to see. ആമേൻ. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവമേ, എത്ര വർഷം പരിചയം എന്നുള്ളതല്ല, ഒരു ദിവസമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവം ദാനമായി തരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തോടൊപ്പം നടക്കുവാൻ, ദൈവവുമായിട്ടുള്ള ഒരു ആഴമായ ബന്ധം ഊട്ടുറപ്പിക്കുവാൻ ദൈവമേ അടിയങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം. Third thing we can learn from the life of Saul is this. മൂന്നാമത്തെ കാര്യം ശൗലിന്റെ ജീവിതത്തിൽ നാം പഠിക്കുന്നത്, He grew older, but he never became mature. അവൻ വളർന്നു, അവന്റെ ജീവിതത്തിൽ ഉന്നമനമുണ്ടായി, എന്നാലോ അവൻ ആത്മീയമായ ഒരു We remember we started with a young boy Saul. ഒരു ശൗൽ എന്നൊരു യൗവനക്കാരിൽ നിന്നല്ലേ തുടങ്ങിയത്. But he is now in the 40s. ഇവൻ അപ്പോഴും അവൻ ഒരു 40 വയസ്സ് പ്രായമുണ്ടാകും. Amen. Past that
that, but he grew old. But there is every day there is no maturity. ശാരീരികമായ വളർച്ച ഉണ്ടെങ്കിൽ ആത്മീയ പക്വതയില്ലാത്തൊരു വ്യക്തിയെ മുമ്പിട്ട് കാണിക്കുന്നു. From the he was a kid that when Samuel wanted to make him a king, he hid in the baggage like a little kid. You remember that little boy? ശമൂവേൽ രാജാവായി വാഴിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചു എന്ന് നാം വായിച്ചിട്ടില്ലേ? And from there was ample opportunity for him to grow. ആമേൻ. അവിടെ നിന്ന് ആത്മീയ ഉന്നമനത്തിലേക്ക് ഓടുവാൻ തക്കണ അനേക അവസരങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. But he became immature, he became jealous, pride, the desire for a position, and you name it, all of that begin to come into this young man's heart. എന്നാൽ അവിടെ നിന്ന് തുടങ്ങി ആത്മീയ അപക്വമായ ജീവിത രീതിയിൽ കൂടെ നടന്നുകൊണ്ട് അസൂയയും കോപവും മറ്റുള്ള ആഗ്രഹങ്ങളും തന്റേതായ സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ചു കൊണ്ടുപോയിരിക്കുന്ന ശൗൽ. And we heard many times, I just want to simply say one more time. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് വീണ്ടും വിളിച്ചു പറയട്ടെ. The spiritual maturity is a very key thing in our life. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പക്വത എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ കീ തിങ് ആണെന്ന് വിളിച്ചു പറയട്ടെ. I want to say it again that it is not a state of perfection. അത് പൂർണ്ണതയുടെ ഒരു സ്റ്റേറ്റ് ആണെന്ന് ഞാൻ വിളിച്ചു പറയുന്നില്ല. Maturity is we attain every day. ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് ഓടുമ്പോഴാണ് ആ ഒരു ആത്മീയ പക്വതയിലേക്ക് നമ്മൾ അയക്കുന്നത്. Spiritual maturity is that every day becoming like Christ. ക്രിസ്തുവിനോടുള്ള ഭാവത്തോടു കൂടി വളരുന്ന ഒരു അവസ്ഥയാണ് ആത്മീയ പക്വത എന്ന് പറയുന്നത്. Every day that showing or having the fruits of the Holy Spirit of God. പരിശുദ്ധാത്മന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജ്വലിപ്പിച്ചുകൊണ്ട് പോകുന്നത് ആത്മീയ പക്വതയുടെ കൂടെയുള്ള വളർച്ചയാണ്. Have you ever paid attention why Apostle Paul called fruits of the Spirit? എന്തുകൊണ്ടാണ് പരിശുദ്ധ ആത്മാവിന്റെ ഫലം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? Because the leaves come first, and then flowers come. I mean, those are all the beginning stages, but the fruits comes later. ആമേൻ. ഒരു മരത്തിന്മേൽ ഇല വരും, ഇലയിൽ നിന്ന് പുഷ്പം വരും, പുഷ്പത്തിൽ നിന്ന് പിന്നെയാണ് അതിനകത്തൊരു കായ്ഫലം വരുന്നത്. That's exactly what is spiritual life. The fruits of the Holy Spirit of God. It's a gradual, it's organic. I mean, it's just coming after some time. Hallelujah. If we get a fruit at the day we plant, we don't want that fruit. ആമേൻ. കൃപാവരങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവസവും ദൈനംദിനമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ശാശ്വതമല്ല. I mean, the spiritual maturity is that we started as a believer, and then we become a disciple, and the discipleship growing to make another disciples. You see, that is the spiritual maturity. ആത്മീയ പക്വത എന്ന് പറയുന്നത് ആദ്യം ഒരു വിശ്വാസിയായി തുടങ്ങി അത് കഴിഞ്ഞ് ഒരു ശിഷ്യത്വത്തിലേക്ക് വന്ന് ശിഷ്യത്വത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതാണ് യഥാർത്ഥമായ ആത്മീയ പക്വതയുടെ വളർച്ച എന്ന് വിളിച്ചു പറയുന്നത്. If we stay as a believer all the time, that is not a spiritual maturity. We must grow from the believer to the discipleship. From that discipleship, we need to make others disciples. Then only the growth will continue. ആത്മീയ പക്വത എന്ന് പറയുന്നത്, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു വിശ്വാസിയിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് പോകണം, ശിഷ്യത്വത്തിൽ നിന്ന് മറ്റുള്ളവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കണം യഥാർത്ഥ ആത്മീയ പക്വത എന്ന്. Spiritual maturity will have the utmost humility of Jesus Christ. ആമേൻ. ദൈവത്തിന്റെ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥമായ ആത്മീയ പക്വത. With much obedience and a prayer and engagement, the thing I talked about, the intimacy, all of these things. ആമേൻ. പ്രാർത്ഥന വേണം, അനുകമ്പ വേണം, എല്ലാം വേണം. അങ്ങനെയുള്ള ദൈവവുമായിട്ട് യഥാർത്ഥ ബന്ധമാണ് നമുക്ക് വേണ്ടുന്നത്. The sign of spiritual maturity, one of the things the man of God spoke this morning. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ സംസാരിച്ചതുപോലെ യഥാർത്ഥമായ ആത്മീയ പക്വതയുടെ അടയാളം എന്ന് പറയുന്നത് Psalms 112 verse 1 said, I delight in your commandments, O Lord. അങ്ങയുടെ കൽപ്പനയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് 112-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറഞ്ഞു. Amen. I delight in your counsel. ഞാൻ അങ്ങയുടെ ആ നിർദ്ദേശങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. That's where Saul failed. അവിടെയാണ് ശൗല് പരാജയമായത്. He never found the God's commandment as a delight. ദൈവത്തിന്റെ കൽപ്പനയെ തന്റെ സന്തോഷകരമായിട്ട് അവൻ കണ്ടില്ല. That's why he failed to obey it repeatedly. അതുകൊണ്ടാണ് അവിടെ പലപ്പോഴും ദൈവത്തെ അനുസരണക്കേടിലേക്ക് തന്റെ ജീവിതത്തെ നയിച്ചത്. Young people, if we don't find the commandment of the God as a
delight, then it will be very difficult for us to obey it. ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷകരമായി ഏറ്റെടുത്തില്ല എങ്കിൽ അതൊരു ജീവിതത്തിന്റെ നഷ്ടമായിരിക്കും, പരാജയമായിരിക്കും എന്ന് If we obey it out of a fear or a compulsion or a force, then we will never be able to obey it. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ നിങ്ങൾ പരപ്രേരണയോടെയോ മറ്റുള്ള ഭയത്തോടു കൂടി നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതൊരു വിജയത്തിലേക്ക് ആയിരിക്കത്തില്ല But നയിക്കുന്നത്. if it is so cherishing that if someone is so intimate to me and whatever they say to me, their words are so precious, the same way if I embrace and delight it, amen, it will be the sign of maturity. നാം സ്നേഹിക്കുന്ന ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ യഥാർത്ഥമായി യഹോവയുടെ നാമത്തെ യഹോവയെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതുപോലെ അടുപ്പം ഉണ്ടെങ്കിൽ ഈ വചനത്തിൽ നിങ്ങൾ ആഴമായി നിങ്ങൾ ഇഷ്ടപ്പെടും. Number 4, learn from the life of Saul is that, brother and sister, none of us are perfect, but we always have to learn from our mistakes. നാലാമതായി പറയുന്നത്, എപ്പോഴും നമ്മൾ ആരും എല്ലാം പെർഫെക്റ്റ് അല്ല, എന്നാലോ നമ്മുടെ തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. One thing from the life of Saul, can you show me one example that this man learned something from his previous mistake? നമ്മൾ നമ്മുടെ വചനത്തിൽ പഠിച്ചതുപോലെ ഏതെങ്കിലും തെറ്റുകളിൽ നിന്ന് ഈ ശൗൽ എന്തെങ്കിലും പഠിച്ചതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു? No, every time the things that he never learned something. ആമേൻ. അവന്റെ ജീവിതത്തിൽ ഭവിക്കുന്നതൊക്കെയും അവിടെയൊക്കെ പരാജയമാകുമ്പോൾ അതിൽ നിന്നൊന്നും പഠിക്കുവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. Amen. If we learn, we will try not to repeat the mistake. ആമേൻ. നമ്മൾ പഠിക്കുവാണെങ്കിൽ വീണ്ടും ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നാം ശ്രമിക്കും. Number 5, he never realized that he had a problem. തനിക്ക് പ്രശ്നമുണ്ടെന്ന് ഒരിക്കൽ പോലും അവൻ ചിന്തിച്ചിരുന്നില്ല. This is where some of us fall into. പലപ്പോഴും നാം ഈ ഒരു കാറ്റഗറിയിലാണ് വീണു പോകുന്നത്. We don't know whether we have an issue. നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തെറ്റുകളുണ്ടെന്ന് Saul never realized that he had any issue. തനിക്കെന്തെങ്കിലും തെറ്റ് ഉണ്ടെന്ന് How many times the prophets come, Samuel came, God came on all of these things, but the man failed to recognize that there is a problem in his life. ശമൂവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ദൈവത്താൽ വിളിച്ചു പറയുന്നു, അവിടെ ഒന്നും തന്റേതായ തെറ്റുകളെ തിരിച്ചറിയുവാൻ ശ്രമിച്ചില്ല. When we don't recognize our mistakes, നമ്മുടേതായ തെറ്റുകൾ നമ്മൾ മനസ്സിലാകാതിരിക്കുന്ന കാലത്തോളം, that is the time we blame others. ആ സമയത്താണ് മറ്റുള്ളവരെ നിങ്ങൾ പഴിചാരാൻ പോകുന്നത്. Saul's thing is that David is the problem, Jonathan is the problem, and everybody else is the problem. ശൗലിന്റെ പ്രശ്നം തന്റെ മകനായിരിക്കുന്ന യോനാഥാൻ ഒരു പ്രശ്നമാണ്, തന്റെ ദാവീദ് ഒരു പ്രശ്നമാണ്, ചുറ്റുപാടുമായിരിക്കുന്നവരെല്ലാം ശൗലിന് ഒരു പ്രശ്നമായി കാണുന്നു. But he never realized he is a problem. തനിക്ക് തന്നെയാണ് പ്രശ്നമെന്ന് ഒരിക്കൽ പോലും അവൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. This is the greatest gift we need. ആ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് നമുക്ക് We all pray for gifts of the Holy Spirit of God. ആമേൻ. അവിടെ ദൈവത്തിന്റെ കൃപാവരങ്ങളെ പറ്റിയല്ല പ്രാർത്ഥിക്കേണ്ടത്. Amen. We pray for that one, but the best gift we need is the Lord. Help me to understand where I am wrong. കൃപാവരങ്ങൾ അത്യന്താപേക്ഷമാണ്, വേണം തന്നെ. എന്നാലോ തന്റേതായ തെറ്റുകൾ തിരിച്ചറിയാനുള്ള ഒരു പരിജ്ഞാനം ഞങ്ങൾക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Amen. He failed to understand his problem. തന്റേതായ പ്രശ്നങ്ങൾ, തന്റേതായ തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയാത്ത പരാജിതനായ ശൗല്. So I kind of told you I had a few more points, but I'm going to quickly skip those things. You kind of saw there is a lot of bad behaviors in the life of Saul. ആമേൻ. അനേക കാര്യങ്ങൾ ശൗലിൽ നിന്ന് വിളിച്ചു പറയാനുണ്ട്, അനേകമായ തെറ്റായ സ്വഭാവ വിശേഷതകൾ വിളിച്ചു പറയാനുണ്ടോ, അതൊന്നും ഞാൻ വിളിച്ചു പറയുന്നില്ല. But let me give you some good ones too. ചില നല്ല കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയട്ടെ. Chapter 19 we read like this. 19-ാം അധ്യായം നാം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. And now Saul told his son Jonathan and his servants to kill David, but Jonathan, Saul's son, greatly delighted in David. ഇങ്ങനെ 1-ാം വാക്യം 2-ാം വാക്യം വായിക്കുന്നു. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചുവെങ്കിലും ശൗലിന്റെ മകനായ യോനാഥാനോട് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് Verse 2 and 3 we read like this. I'm just paraphrasing. So Saul told David, listen, my dad is going to kill you, so you hide for a little time. I will go and speak to my father. ഇങ്ങനെ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, എന്റെ പിതാവ്
പിതാവായ ശൗല് നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, നീ മറ്റൊരു സ്ഥലത്ത് ഗൂഢമായ സ്ഥലത്ത് നീ ഒളിച്ചു നിൽക്കണമെന്ന് പറയുന്നു. It says, and I will, verse 3, I will speak to my father ഞാൻ about എന്റെ you. അപ്പനോട് നിന്നെ പറ്റി ഞാൻ സംസാരിക്കും. Verse 4, we read that Jonathan spoke to David, Jonathan spoke to Saul about David. അവൻ ദാവീദിനെ പറ്റി യോനാഥൻ തന്റെ അപ്പനോട് സംസാരിക്കുന്നത് 4-ാം വാക്യത്തിൽ May കാണുന്നു. the king do not sin against the servant David, because he has done nothing wrong to you. അവനൊരു ദോഷവും ചെയ്യാത്തതുകൊണ്ട് അവനോട് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറയുന്നു. He is beneficial to you. അവന്റെ പ്രവൃത്തികളെല്ലാം ഗുണകരമേ ഉള്ളൂ എന്ന് പറയുന്നു. So this morning you look at the character of Jonathan. യോനാഥന്റെ സ്വഭാവ സവിശേഷത നിങ്ങളൊന്ന് നോക്കിയേ. I was meditating about this thing, and in the Old Testament there are certain characters we always think they look a shadow of Christ. ആമേൻ. പലപ്പോഴും പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പല വ്യക്തികളുടെയും സ്വഭാവങ്ങൾ ക്രിസ്തുവിന്റെ ഒരു നിഴലായി നാം കാണുന്നുണ്ട്. We know about Joseph and we know about Isaac. These people kind of a shadow of Christ. യോസഫിനെ നോക്കുമ്പോൾ ഐസക്കിനെ നോക്കുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ഒരു നിഴലായി നാം കാണുന്നുണ്ട്. But I want to put another person into the category this morning. If you have never thought of it, is Jonathan. ആമേൻ. യോനാഥനെ പറ്റി നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസൃതമായി യോനാഥന്റെ സ്വഭാവം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. I want to kind of bring you 3 aspects of the life of Jonathan. യോനാഥന്റെ ജീവിതത്തിൽ നിന്ന് 3 കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. He is a true friend of David. ദാവീദിന്റെ യഥാർത്ഥ ഒരു സ്നേഹിതനായിട്ട് യോനാഥനെ കാണാം. A true friend always lays, put away his rights and privileges for the sake of others. ഒരു യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുമ്പോൾ തന്റെ അവകാശവും തന്റെ അവകാശമെല്ലാം ആ സ്നേഹിതന് വേണ്ടി കളയുന്ന ഒരു വ്യക്തി. Chapter 18 verse 1 onwards we read like this. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുന്നു. And Jonathan came and met David. ആമേൻ. യോനാഥൻ കടന്നു വന്നിട്ട് ദാവീദിനെ കാണുന്നു. And he gave his garment out of the royal robe to him. ആമേൻ. തന്റെ മേലങ്കി തന്റെ ദാവീദിന് വേണ്ടി അവൻ ഊരിക്കൊടുക്കുന്നു. And then he gave the tunic to him. തന്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന ട്യൂണിക് അവന് കൊടുക്കുന്നു. Then he took the belt and gave it to him. തന്റെ അരക്കച്ച ദാവീദിന് കൊടുക്കുന്നു. Then he took the belt and the sword to him. തന്റെ കയ്യിലുണ്ടായിരുന്ന വാളും വില്ലും എല്ലാം ദാവീദിന് കൊടുക്കുന്നു. Symbolically saying that one, David, you are going to be the king. ഓ ദാവീദേ, നീയാണ് അടുത്ത രാജാവാകുന്നു എന്ന് പോകാനുള്ള ഒരു I am giving all my rights to you. ഓ എന്റെ അവകാശങ്ങളെല്ലാം ഞാൻ നിന്നിലേക്ക് തരുകയാണ്. Do you see this picture in the Jesus Christ? ഓ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ കൂടി നിങ്ങൾക്കും അത് കാണുവാൻ കഴിയുന്നുണ്ടോ? Oh, book of Philippians chapter 2, Apostle Paul has put it so beautifully. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. Even though he was God in heaven, അവൻ ദൈവ രൂപത്തിലിരിക്കെ the glorious robe of him, ആമേൻ, ആ മഹത്വത്തിന്റെ മേലങ്കി അവന്റെ ഉള്ളിലുണ്ടായിരിക്കെ he took that and put that aside. ആ മേലങ്കി മാറ്റി വെച്ചിട്ട് He put his power to be equal with God, he put that aside. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ He put all of his royal pomposity on the side. രാജകീയ മഹിമകളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് And he took the form of a man. ഒരു മനുഷ്യ രൂപം ഏറ്റെടുത്തുകൊണ്ട് He did that for another person. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച യേശുക്രിസ്തു. Jonathan did it for David. ഓ ദാവീദിന് വേണ്ടി യോനാഥൻ മറുസ്ഥലത്ത് ചെയ്യുമ്പോൾ But my Christ Jesus did it for me and you. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യേശുക്രിസ്തു He put his royal robe on the side. രാജകീയ വസ്ത്രം മാറ്റി വെച്ചിരിക്കുന്നു. He said that, I am going to give these privileges to my son. ആമേൻ. എന്റെ മകന് വേണ്ടി ഈ രാജകീയ അവകാശം, to my daughter, to my son, I am going to give my privileges, and I am putting my privileges away. പുത്രനും പുത്രിക്കും വേണ്ടി ഞാൻ എന്റെ രാജകീയ വസ്ത്രങ്ങൾ മാറ്റിവെക്കാൻ പോവുകയാണ്. 2 Corinthians chapter 8 verse 9 we read like this. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-9 ഇങ്ങനെ പറയുന്നു. He was so rich. Amen, hallelujah. But even though he was rich, to make us rich, he became poor. കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടോ അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. Oh, hallelujah. How can I explain this thing? അത് ആ വാഴമേറിയ വാക്യം ഞാൻ എങ്ങനെ നിങ്ങളോട് വിളിച്ചു പറയാൻ He കഴിയും? owned everything. He had everything. He had
യേശുവിന്റെ നാമത്തിൽ the authority. ആമേൻ. എല്ലാ അധികാരത്തിനും അവകാശത്തിനും മേലെ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. But he put all of that. എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും മാറ്റിവെച്ചിട്ട് He said, to make you rich, to make you powerful, to make you the sons and daughters. He gave all the rights to us. നിങ്ങളെ സമ്പന്നരാക്കുവാൻ തക്കവണ്ണം, നിങ്ങളെ പുത്രത്വത്തിന്റെ അവകാശം തരുവാൻ തക്കവണ്ണം ഇവിടുന്ന് എല്ലാം അവൻ മാറ്റിവെച്ചു. Galatians 4 verse, chapter 4 verse 6 and 7. I'm just quickly paraphrasing it. He put the Spirit of God in us so that we can call him Abba Father. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:6-7 പറയുന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു. And when he gave that sonship to us, we became the higher of everything God owns. ആമേൻ. പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ പിതാവിന്റെ അവകാശമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു. Amen. Jonathan gave everything to David and said, I am no more the higher. Amen. You are going to be, and gave everything. എനിക്കിനി ഒരു അവകാശവും ഇല്ല, എന്റെ ഉള്ളിലുള്ളതെല്ലാം എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തമാണ് ദാവീദിനോട് യോനാഥാൻ വിളിച്ചു പറഞ്ഞത്. So the first, as a true friend, he gave his privileges and his all the rights to the friend. തന്റെ അവകാശവും അധികാരവും തന്റെ സുഹൃത്തിന് കൊടുക്കുന്ന യഥാർത്ഥമായ ഒരു സുഹൃത്തിന്റെ സ്വഭാവമാണ് കാണുന്നത്. A second thing, a true friend intercedes for us. ഒരു യഥാർത്ഥ സ്നേഹിതൻ എന്ന് പറയുന്ന നമുക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നത്. That's what chapter 19 verse 1 onwards we read. അതാണ് 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കൂടി നാം കാണുന്നത്. There is an angry father, an angry soul over there. കോപിഷ്ഠനായ ഒരു പിതാവിന്റെ സ്വഭാവം അവിടെ കാണുമ്പോൾ, amen, and he is very angry because death is the only option over here for David. ആമേൻ. ദാവീദിനെ കൊല്ലണമെന്നുള്ള ഒരു ചിന്ത, അത് മാത്രം ഓപ്ഷൻ എന്നുള്ള ഒരു ചിന്തയോടെ വളർക്കുന്ന ഒരു പിതാവിന്റെ മുമ്പിൽ Jonathan is stepping into the scene. എന്നാലോ ആ കാഴ്ചയിലേക്ക്, അവിടുത്തെ ആ സിറ്റുവേഷനിലേക്ക് യോനാഥാൻ കടന്നു വരുന്നു. Jonathan is going in front of an angry father. കോപിഷ്ഠനായി നിൽക്കുന്നതിന്റെ പിതാവിന്റെ മുമ്പാകെ യോനാഥാൻ തന്നെ മുമ്പോട്ട് Jonathan is saying, your father, don't do this. അങ്ങനെ ഒന്നും ചെയ്യരുത് പിതാവേ എന്ന് യോനാഥാൻ അവനോട് പറയുന്നു. Don't feel angry at him. അവനോട് നീ കോപിഷ്ഠനാകരുത് എന്ന് അവനോട് And അപേക്ഷിക്കുന്നു. Jonathan is interceding for him. അവന് വേണ്ടി മധ്യസ്ഥത വർത്തിക്കുന്ന ഓരോ Don't യോനാഥാനും. you see Jesus Christ is doing the same thing for us? ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന യേശുക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾ കാണുന്നില്ലേ? Amen. He says interceding always. എല്ലായ്പ്പോഴും നമ്മൾക്ക് വേണ്ടി ഇടനിലക്കാരായി മധ്യസ്ഥരായി നിൽക്കുന്ന യേശുക്രിസ്തു When he was on the earth, he did the same thing. ഇവിടെ ഈ ഭൂമിയിലായിരുന്നപ്പോഴും നമുക്ക് വേണ്ടി ക്രിസ്തു അത് ചെയ്തില്ലേ? Luke chapter 23 we see like this. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം വാക്യം. He said, Simon, Simon, I interceded for you to my Father so that your faith will not go away. നിന്റെ വിശ്വാസം നഷ്ടപ്പെടുവാൻ പിശാച് നിന്നെ പാറ്റിക്കളയാൻ നോക്കി, എന്നാലും നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുമെന്ന് എന്റെ പിതാവിനോട് ഞാൻ അനേകം അപേക്ഷിച്ചു. Yeah, I interceded to my Father and said, oh, don't let Simon's faith be gone. ഈ ശിമോന്റെ വിശ്വാസം നഷ്ടപ്പെടരുതേ എന്ന് പിതാവിനോട് ഞാൻ മധ്യസ്ഥതയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. Brother and sister, isn't it that what he is doing even today? ഇന്ന് പ്രഭാതത്തിലെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ആ ക്രിസ്തുവല്ല ഇപ്പോഴും മധ്യസ്ഥത വർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. He did one time to the angry, the Father, the whole wrath of sin had to be gone, and Jesus stepped into and interceded and said, no, you cannot wipe out the humanity. ഈ മനുഷ്യ കുലത്തെ നശിച്ചു കളയരുത്, വൈപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപത്തെ സ്വന്തം ജീവിതത്തിലേക്ക് വഹിച്ച ഒരു വ്യക്തി. And he is interceding even now. ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ വർത്തിച്ചു. Amen. He is at the right hand of the Father. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു. Book of Hebrews says that he is able and he is willing, he is compassionate, he is interceding for us. എബ്രായർക്കെഴുതിയ പറയുന്നത് നമുക്ക് വേണ്ടി ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു. Romans chapter 8 verse 33 beautifully says that. റോമർക്കെഴുതിയ 8:33 ഇങ്ങനെ പറയുന്നു, who can condemn us? ആർക്ക് നമ്മളെ കുറ്റം വിധിക്കുവാൻ Who കഴിയും? can charge against us? നമുക്കെതിരെ കുറ്റം ചുമത്തും? And then he said, Jesus, the one who died for me. ആ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കപ്പെട്ടവൻ ക്രിസ്തു. And he was raised from the death. മരണത്തിൽ നിന്ന് എഴുന്നേറ്റവൻ ക്രിസ്തു. And is the right hand of the Father. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ ക്രിസ്തു. And he is interceding for me. നമുക്ക് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന അതേ ക്രിസ്തു. Every day he is interceding for you and me. ഓരോ ദിവസവും എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു. He not only put his privileges on the side. തന്റെ അവകാശം മാറ്റിവെക്കുക മാത്രമല്ല
ചെയ്തത്. But he is interceding now. നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്ന He is a compassionate Jesus. ദയാനിധിയായ ക്രിസ്തുവാണ് നമുക്ക് കാണുന്നത്. Because he is interceding us. That's why we are not ruined on the way. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നത് കൊണ്ടാണ് നാം നശിച്ചു പോകാതെ ഇന്നും ഭൂതലത്തിലായിരിക്കുന്നത്. Amen. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ. Amen. He is interceding for us. നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു. Not only that, let me give you one more thing. ഒരു കാര്യം കൂടി നിങ്ങളോട് വിളിച്ചു. I don't have the time to read all the scriptures. എല്ലാ തിരുവെഴുത്തും വായിക്കുവാൻ എനിക്ക് സമയമില്ല എങ്കിൽ A പോലും true friend lay down his life for others. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതത്തെ തന്നെ യാഗമായി കഴിക്കുന്ന യഥാർത്ഥ സ്നേഹിതന്റെ Chapter 19, when we read, I want you to go home and read. 19-ാം അധ്യായം നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കുക. And when we read that one, we see like this. നമ്മൾ അതിൽ കൂടി വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുവാൻ കഴിയും. On the second time, Jonathan went to intercede to Saul. രണ്ടാമതും വീണ്ടും ശൗലിന്റെ അടുത്തേക്ക് യോനാഥാൻ കടന്നു പോകുന്നു. And the angry Saul put the spear against him. കോപിഷ്ഠനായ ആ ശൗൽ തന്റെ കയ്യിലിരുന്ന കുന്തം യോനാഥാന് നേരെ എറിയുന്നു. Jonathan risked his life to go over there for David. അവൻ ദാവീദിന് വേണ്ടി തന്റെ ജീവിതത്തെ റിസ്ക് ചെയ്ത യോനാഥാൻ. He put his life for David. അവൻ ദാവീദിന് വേണ്ടി തന്റെ ജീവിതത്തെ അപകടത്തിലാക്കിയ യോനാഥാന്. Isn't in that what our Lord did? ഇത് തന്നെയല്ലേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്തത്. John chapter 15, Jesus said, a good friend lays down his life for others. അവൻ ഒരു നല്ല സ്നേഹിതൻ തന്റെ ജീവിതം തന്റെ സ്നേഹിതന് വേണ്ടി ഉഴഞ്ഞു വെക്കുമെന്ന് 15-ാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു. Isn't in the last day Jesus said like this to the apostles when they were having the supper? അവൻ അവസാന അത്താഴ സമയത്ത് ഇതല്ലേ യേശു ക്രിസ്തു അവിടെ വിളിച്ചു പറഞ്ഞത്. He said, I am giving my body to you. ഞാൻ എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തരുന്നു. I am giving my blood to you. എന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്നു. And tomorrow I will give my life to you. നാളെ ഞാൻ എന്റെ ജീവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തരും. What a beautiful picture. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലേക്ക് കാണുന്നത്. Hallelujah. Amen. Hallelujah. If there was an Old Testament Jonathan, just by the shadow, he put the privileges aside. And he was interceding to the Father. And he stood in between the death and the life of David. My Lord Jesus has done all of that for me. പഴയ നിയമത്തിൽ ഒരു യോനാഥാൻ തന്റെ ജീവിതം തന്റെ അവകാശം മാറ്റിവെച്ച് തന്റെ ജീവിതം തന്റെ അടുത്ത് സ്നേഹിക്കുന്ന ഉറ്റ സ്നേഹിതനായ ദാവീദിന് വേണ്ടി തന്റെ ജീവിതത്തെ അപകടത്തിലേക്ക് നയിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എനിക്കും നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു തന്റെ ജീവിതം നമുക്ക് വേണ്ടി ബലിയാടായി. This morning also we sang that he suffered all this thing on the cross for you and me. ആമേൻ. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഇതെല്ലാം ഈ കഷ്ടത സഹിച്ചു എന്ന് നാം പാടിയതല്ലേ. We can never take it lightly. ആമേൻ. ഇത് വളരെ ലഘുവായി നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കരുത്. Amen. He did everything for you and me. എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ സകലതും അവൻ ചെയ്തത്. Before Christ 400 years ago, prophet Isaiah saw the picture of Christ and he realized the glorious Son of God coming down to the world and being despised. The beautiful Son in the heaven, now so marred, and nobody will desire him anymore. ആമേൻ. ക്രിസ്തുവിനും 400 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഫറ്റ്സ് വിളിച്ചു പറഞ്ഞത് മറ്റുള്ളവരാൽ ത്യജിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ചിത്രമാണ് ആ പ്രവചനത്തിൽ കൂടി വിളിച്ചു പറയുന്നത്. That's for you and me. അത് എനിക്കും നിങ്ങൾക്ക് വേണ്ടിയല്ലേ. He became so rejected, despised, the beautiful of the beautiful, the handsome of the handsome, became so marred, disfigured, that even people turned their face and walked away from him. അവൻ മനോഹരമായി നിന്നിരുന്ന മനോഹര ശരീരമായിരുന്നവൻ നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട അവന്റെ മുഖത്തേക്ക് നോക്കുന്നവര് തന്റെ മുഖം മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. He did all that to bring us into the family of God. ആമേൻ. നമ്മളെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം ഇതെല്ലാം ചെയ്തത്. He did all that so that he has a bride
that has an intimate relationship with him. ആമേൻ. തനിക്കുമായിട്ട് തന്റെ മണവാട്ടിക്ക് യഥാർത്ഥമായ ഒരു ബന്ധമുണ്ടാകുവാൻ തക്കവണ്ണമാണ് ഇതെല്ലാം അവൻ ചെയ്തത്. Think about a bride who doesn't have an intimacy with the bridegroom. That marriage is unsuccessful. ആമേൻ. മണവാട്ടിക്ക് മണവാളനുമായിട്ട് യഥാർത്ഥമായ ബന്ധമില്ലെങ്കിൽ താൻ ചെയ്തതെല്ലാം ഒരു They can പരാജയം. have a mechanical life, a mechanical relationship, but there is no intimacy. The relationship is a weaker relationship. ആമേൻ. ഒരു സാധാരണ ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ യഥാർത്ഥമായ ഒരു ബന്ധമില്ലെങ്കിൽ അതൊരു ബലഹീനമായ ഒരു വീക്കറായിട്ടുള്ള ഒരു ബന്ധമായി മാറത്തില്ലേ? This morning, let there be that strong intimacy. That's what Jesus is seeking from us. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തു എന്നിലും നിന്നിലും കൂടി കാണുന്നത് യഥാർത്ഥമായ ഒരു ബന്ധം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വളർന്നു വരട്ടെ. Then maturity to attain the stature of Christ. ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വളർന്നു വരുന്ന ഒരു മെച്ചൂർ പക്വതയാണ് നിങ്ങളുടെ എന്റെയും ഉള്ളിൽ കടന്നു വരേണ്ടത്. And that's what the Holy Communion is declaring to us. അതാണ് ഇന്ന് പ്രഭാതത്തിൽ തിരുമേശ നമ്മുടെ മുമ്പിലേക്ക് വിളിച്ചു പറയുന്നത്. Apostle Paul said, when you come in front of the Holy Communion, not only the remembering the suffering death of Christ, there is a point of self-examination in us. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി, ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചത് മാത്രമല്ല, അതിനപ്പുറമായിട്ട് മറ്റൊന്നും നമ്മളിലേക്ക് വിളിച്ചു പറയുന്ന ക്രിസ്തു. Amen. There is a self-examination in us. That is what every time Lord's Supper is giving us an opportunity for self-examination. നമ്മുടെ മുമ്പിലേക്ക് ക്രിസ്തുവിന്റെ തിരുമേശ കൊണ്ടുവയ്ക്കുമ്പോൾ എപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്യുന്നവരായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു. Lord, how is my intimate relationship with you? അങ്ങുമായിട്ട് ഞാൻ എത്രമാത്രം യഥാർത്ഥമായ ബന്ധമാണ് ഞാൻ Is പുലർത്തുന്നത്? that weaker than the past, or is it really not getting stronger and stronger? Lord, this morning I surrender my life. ഞാൻ എന്റെ ജീവിതം കഴിഞ്ഞ ജീവിതത്തെക്കാളും ഇപ്പോഴും ബലഹീനമായി കൊണ്ടിരിക്കുകയാണോ, അതോ ആഴമായ ബന്ധം ഉടലെടുത്തുകൊണ്ട് യഥാർത്ഥമായ ക്രിസ്തുവിനോട് ബന്ധമായിട്ടാണോ ഞാൻ കടന്നു പോകുന്നത്? Lord, am I reading your scripture for the sake of reading, or is it because I delight in you so that I know what you have in your heart? ഞാൻ വെറുതെ തിരുവചനം വായിച്ചു പോകുകയാണോ, അതോ യഥാർത്ഥമായി ഉള്ളത്തിൽ സന്തോഷം ജനിച്ചിട്ട് തിരുവചനം വായിച്ചു പോകുകയാണോ? Amen. Is that the Christian experience give me a lot of joy, Lord? ആമേൻ. ഈ ക്രിസ്തീയ ജീവിതം എന്റെ ഉള്ളത്തിൽ യഥാർത്ഥമായ സന്തോഷം ജനിപ്പിക്കുന്നു. Am I really enjoying my walk with you, Lord Jesus? ഞാൻ അങ്ങയിൽ കൂടി അങ്ങയുടെ ഒപ്പം നടക്കുമ്പോൾ യഥാർത്ഥമായ സന്തോഷമാണോ എന്റെ ഉള്ളിൽ കടന്നു വരുന്നത്? Or is it sometimes in a park that we see the husband and wife started to, from their home to walk together. After some time, one is far away from the other one. Two are walking in the park, but they are not together. ഭാര്യാഭർത്തൃബന്ധം അവരൊരു പാർക്കിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുമിച്ച് തുടങ്ങിയിട്ട് പാർക്കിൽ കടന്നു പോകുമ്പോൾ രണ്ട് ദിശയിലായിരിക്കുന്ന ഒരു ബന്ധത്തോടു കൂടി ആയിരിക്കരുത് നിങ്ങളും ക്രിസ്തുവായിട്ടുള്ള ബന്ധം. They may have nothing against each other or anything like that, but they're not walking together. എന്നാൽ അവർ തമ്മിൽ ഒന്നുമില്ലായിരിക്കാം, എന്നാലോ അവർ ഒരുമിച്ച് നടന്നു Their പോകും. speed is not the same. They don't have much to talk. There is nothing but the same way cannot be our Christian life. ആമേൻ. ഒരുപക്ഷെ അവരുടെ വേഗത ഒരുപോലായിരിക്കത്തില്ല, ഒരുമിച്ച് സംസാരിക്കാൻ ഉണ്ടാകത്തില്ല. എന്നാൽ അങ്ങനെ ആയിരിക്കരുത് നാമും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് വിളിച്ചു പറയട്ടെ. More than Jesus being the Savior, if we can see He is my bridegroom, and that have that intimate relationship, that is where this morning the Holy Communion is seeking from us. ആമേൻ. ഇന്ന് ഒരു രക്ഷകനേക്കാൾ ഉപരിയായിട്ട് അവനുമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള യഥാർത്ഥ ഒരു ബന്ധമായിരിക്കണം ഊട്ടിയുറപ്പിക്കേണ്ടത്. അതാണ് തിരുമേശയിൽ കൂടി നാം ഇത് വിളിച്ചു പറയുന്നത്. That's what we learned from Jonathan. അതാണ് യോനാഥന്റെ ജീവിതത്തിൽ കൂടി നാം പഠിച്ചത്. We don't want to copy Saul. അവൻ ശൗലിന്റെ ജീവിതത്തെ കോപ്പി ചെയ്യരുതേ. That will be a disaster. അതൊരു അപകടത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കും. But let us learn from the life of Jonathan and ultimately learn from the life of Christ. ആമേൻ. യോനാഥന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചു തുടങ്ങിയിട്ട് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയായിരിക്കട്ടെ എന്റെ നിങ്ങളുടെ ജീവിതം. Let that life reflect from our life. നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം അത് വെളിപ്പെട്ടു വരട്ടെ. That is the ultimate sign of maturity. അതാണ് യഥാർത്ഥ ആത്മീയ പക്വതയുടെ അടയാളം എന്ന് വിളിച്ചു പറയുന്നു. When somebody see a little Christ in me through my behaviors, action, deeds, that is the ultimate sign of maturity. എന്റെ സ്വഭാവ വാക്ക് പ്രവൃത്തിയിൽ നിന്ന് യഥാർത്ഥമായി ക്രിസ്തുവിനെ കാണുമ്പോൾ യഥാർത്ഥമായി അങ്ങനെ മറ്റൊരു വ്യക്തി കാണുന്നെങ്കിൽ അതാണ് യഥാർത്ഥമായ ആത്മീയ പക്വത എന്ന് പറയുന്നത്. That's what the Holy Communion is helping us this morning.